പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് ന്യൂസ് ട്രെൻഡ്സ് ആരംഭിച്ചത് വിഴിഞ്ഞം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട വിവാദത്തെ ചൊല്ലിയാണ്. വിഴിഞ്ഞം എന്നത് തീർച്ചയായും ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ വികസന കുതിപ്പിന് വലിയ നാഴികക്കല്ലായി മാറുന്ന ഒരു പ്രൊജക്റ്റ് ആണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ അപ്പോഴും അതിലെ പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കണം. അത് വൻകിട ബഹുരാഷ്ട്ര കമ്പനികൾക്ക് അവരുടെ കുത്തകയായി എഴുതി കൊടുക്കേണ്ട ഒന്നല്ല നമ്മുടെ തീരം എന്ന് എടുത്തു തന്നെ പറയേണ്ടതുണ്ട്. ഇനി ഇതാ നമ്മൾ നമ്മുടെ അഭിമാനമായി കണ്ടിരുന്ന മറ്റൊരു ടെർമിനൽ എന്നത് വല്ലാർപാടം ടെർമിനൽ എന്നതായിരുന്നു. ഇപ്പോഴിതാ ഈ വിഴിഞ്ഞം രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തന സജ്ജം ആയതോടുകൂടി, പ്രത്യേകിച്ച് ഒരു വർഷം പിന്നിടുമ്പോൾ, അത് വല്ലാർപാടം ടെർമിനലിനെ കാര്യമായി ബാധിച്ചിരിക്കുന്നു എന്നതാണ് കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകാം. അതായത് ഈ വല്ലാർപാടം എന്നതായിരുന്നു നമ്മൾ പ്രധാനപ്പെട്ട ഒരു കണ്ടെയ്നർ ടെർമിനൽ അല്ലെങ്കിൽ പോർട്ട് എന്ന നിലയിലൊക്കെ കാണുന്നത്. അവിടെ ട്രാൻസ്ഷിപ്മെൻറ്റ് ബിസിനസ് ആണ് നടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ട്രാൻസ്ഷിപ്മെൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറു ഫീഡർ ഷിപ്പുകളിൽ കണ്ടെയ്നറുകൾ എത്തുകയും അത് മദർ കണ്ടെയ്നറുകളിലേക്ക് മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴിതാ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ, പ്രത്യേകിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ അവിടുത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് ബിസിനസ്സിൽ 50% ഇടിവാണ് ഉണ്ടാകുന്നത്. അതായത് നേർപകുതിയായി അവിടുത്തെ ബിസിനസ് ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഡേറ്റ കൂടി ഞാനൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതായത് വല്ലാർപാടം ടെർമിനൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ കണക്കുകൾ പ്രകാരം 85,191 TEU ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നറുകൾ, അതിൽ TEU എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഏകകം എന്ന് നമുക്ക് പറയാം, അതിൻ്റെ ഒരു അളവുകോൽ, അതായത് കണ്ടെയ്നറുകളുടെ അളവുകോൽ ആണ് എന്നത് നമുക്ക് പറയാം. അവിടെയാണ് എടുത്തു പറയേണ്ടത് 85,911 യൂണിറ്റുകൾ ആണ് അവിടെ എത്തിയിരുന്നത് എങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് 2024-25 സാമ്പത്തിക വർഷം ഇതിൻ്റെ ഇരട്ടിയായിരുന്നു. 1,69,000 ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നറുകൾ ആയിരുന്നു ഈ വല്ലാർപാടം ടെർമിനലിൽ എത്തിയിരുന്നത്. അപ്പോൾ ആ ഇടിവ് എത്രത്തോളം എന്നത് വ്യക്തമാകുന്നുണ്ട്. ഇനി ഇപ്പോൾ മൊത്തം കണ്ടെയ്നറുകളുടെ എണ്ണം പരിശോധിച്ചാലും വലിയ തോതിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2024-25 80,000-ത്തിലധികം ആയിരുന്നു എങ്കിൽ അത് 26 കാലഘട്ടത്തിലാവുമ്പോൾ 70,000-ത്തിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ് കണക്കുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. യെസ്, വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ആണ് ചേരുന്നത്. ഡാനി, കണ്ടെയ്നറുകളുടെ എണ്ണം 80,000, അത് 1,60,000 ആയിരുന്നു. പിന്നീട് ഇപ്പോൾ അതിൻ്റെ ടോട്ടൽ കണക്ക് നോക്കുമ്പോൾ 7 ലക്ഷത്തിലേക്ക് ഇടിഞ്ഞിരിക്കുന്നു. 8,34,000 എന്നത് 7 ലക്ഷത്തിലേക്ക് ഇടിയുന്നു. അതായത് മൊത്തം ബിസിനസ് ഏതാണ്ട് 50% ഇടിവ്, പകുതിയായി ചുരുങ്ങിയിരിക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, ഇതിൽ വല്ലാർപാടം ടെർമിനൽ യാഥാർത്ഥ്യമാകുമ്പോൾ അതിനെ പറഞ്ഞിരുന്നൊരു പേര്, അതൊരു വികസനത്തിന്റെ ഒരു കവാടം എന്ന രീതിയിലായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു മുതൽ മുടക്കുള്ള ഒരു പദ്ധതി ആയിട്ട് തന്നെയാണ് അതിനെ കാണുകയും ചെയ്തത്. വല്ലാർപാടം അങ്ങനെ ഒരു പ്രതീക്ഷകളുടെ കവാടമായി തുടരുമ്പോൾ തന്നെയാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതും. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വല്ലാർപാടത്തെ ബിസിനസ് വളരെ ഗണ്യമായ രീതിയിലേക്ക് കുറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. അത് 50% ഇടിവ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഈ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നറുകളുടെ കൈകാര്യത്തിൽ തന്നെ അത് തീർത്തും വ്യക്തമാണ്. കാരണം ഏതാണ്ട് 86,000-ഓളം TEU ആ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിരുന്ന അതാണ് ഈ വർഷത്തെ ഒരു കണക്കായിട്ട് കാണുന്നത്. പക്ഷേ പോയ വർഷമാകുമ്പോഴേക്കും അതിന് ഇരട്ടിയായിരുന്നു ആ ഒരു കണക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് വരുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ഒരു ഇടിവ് കഴിഞ്ഞ ഈ ഒരു വർഷത്തെ കാലയളവ് എടുക്കുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് വലിയ രീതിയിലുള്ള ഒരു പരിമിതി നിലനിൽക്കുന്നുണ്ട്. അത് ഈ മദർ ഷിപ്പുകൾക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിലുള്ളതാണ്. കാരണം അതിന്റെ കപ്പൽ ചാലിന്റെ ആഴം വർദ്ധിപ്പിക്കാതെ ഈ ഒരിക്കലും തന്നെ ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ഈ മദർ ഷിപ്പുകൾ വരുമ്പോൾ അതിന് പുറത്തെ നങ്കൂരമിടുകയും പിന്നീട് ഫീഡർ ഷിപ്പ് വഴി ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാം പോകുമ്പോൾ ഒരു ഇരട്ടി ചെലവ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇതിന്റെ ആഴം കൂട്ടുന്നതിന്, കപ്പൽ ചാലിന്റെ ആഴം കൂട്ടുന്നതിന് ഏതാണ്ട് 700 മുതൽ 800 കോടി രൂപ വരെ ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥയാണിത്. അത് മാത്രവുമല്ല,
അത് മുടക്കാനായിട്ട് അത് ഏത് രീതിയിൽ മുടക്കാൻ കഴിയും കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു രീതിയിലുള്ള വിശദീകരണം ഇത്തരം കാര്യങ്ങൾ നൽകുന്നില്ല. കാരണം ഇതൊരു വലിയ തുകയാണ്, ഭാരിച്ച തുകയാണ്. അത് കണ്ടെത്താനായിട്ട് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനും അതിന് കഴിയുകയുമില്ല. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അതിന് കഴിയുകയുമില്ല. ഇത്രയും വലിയൊരു തുക കണ്ടെത്തിക്കൊണ്ട് സംരക്ഷിച്ചു പോവുക, ഈ കപ്പൽ ചാനൽ ആഴം കൂട്ടുക, ഇതൊന്നും സാധ്യമായ ഒരു കാര്യമല്ല എന്ന് തുറമുഖം തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വികസന കാര്യത്തിൽ വളരെയധികം പരിമിതികൾ നേരിട്ട് വഴിമുട്ടി നിൽക്കുന്ന വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു ഇരുട്ടടി കൂടി വരികയും ചെയ്യുന്നത്. വരുമാനത്തിന്റെ കാര്യത്തിൽ ഗണ്യമായ ഒരു ഇടിവ്, 50% ആ ബിസിനസ് നഷ്ടമാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വഴിമാറിപ്പോകുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ വരുന്നത് ഒരു വികസനത്തിന്റെ കവാടം എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്ന വല്ലാർപാടത്തിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കാര്യത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം വൻ മുതൽ മുടക്കോടുകൂടിയാണ് വല്ലാർപാടം യാഥാർത്ഥ്യമാകുന്നത്. ഏതാണ്ട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അത് നഷ്ടത്തിലേക്ക്, ഭീമമായ നഷ്ടത്തിലേക്ക് അടക്കം കൂപ്പുകുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അഭിലാഷ്. യെസ്, എന്തായാലും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ഈ പോർട്ടുകൾ. തീർച്ചയായും നമ്മുടെ സാമ്പത്തിക കുതിപ്പിനൊക്കെ വഴിയൊരുക്കുന്ന ഒന്നാണ്. അങ്ങനെ വല്ലാർപാടം ടെർമിനലും അത്തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ വിഴിഞ്ഞം വന്നതോടുകൂടി വല്ലാർപാടത്തെ ബിസിനസ്സിൽ ഗണ്യമായ കുറവുണ്ടാകുന്നു. 50% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.